നമസ്കാരം. ബിജു ചെറിയാൻ മണലേത്ത് ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പ്രപഞ്ചത്തിന്റെ 8ാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ നിയമം എങ്ങനെ സെയിൽസിലും ബിസിനസ്സിലും പ്രയോജനപ്പെടുത്താം എന്നാണ്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എത്തിക്കൽ കോണ്ടക്ട് ആൻഡ് ഇന്റഗ്രിറ്റി എന്നുള്ളതാണ്. അതായത് ധാർമ്മികതയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സമീപനം. അതായത് നമ്മളൊരു അറിയപ്പെടുന്ന ബ്രാൻഡായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് ടീമിന് ധാർമ്മികത അവരുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ട് വരണം. ആ ധാർമ്മികതയിൽ നിന്നാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവുമ്പോൾ അവരിടപെടുന്ന ആളുകളോട് അവർ പോസിറ്റീവായിട്ടുള്ള ഇടപെടലുകൾ, പോസിറ്റീവ് അപ്രോച്ചിലേക്ക് എത്തിച്ചേരും. അവരോട് ഇടപെടുമ്പോൾ അവരോടൊരു പോസിറ്റീവ് മനോഭാവത്തോടുകൂടി, പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി അവർക്ക് വിൽപ്പനയിൽ പോസിറ്റീവ് അപ്രോച്ച് അവർ ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ പോസിറ്റീവായിട്ടുള്ള വിൽപ്പനയും പോസിറ്റീവായിട്ടുള്ള റെഫറൻസും കൂടുതൽ കസ്റ്റമേഴ്സും നമുക്ക് ലഭിക്കും. അപ്പം ധാർമ്മികത എന്ന് പറയുന്നത് ബിസിനസ്സിൽ വളരെയധികം ആവശ്യമുള്ള ഒരു വസ്തുതയാണ്. അത് നമ്മുടെ സെയിൽസ് ടീമിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ധാർമ്മികത അല്ലെങ്കിൽ എത്തിക്കൽ കോണ്ടക്ട് അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് കോമ്പറ്റീഷൻ. അതായത് വിപണി മത്സരവും ഡിമാൻഡും. അതായത് കാലഘട്ടം അനുസരിച്ച് വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടുതൽ ഡിമാൻഡിൽ എത്തിക്കാനും അത് കൂടുതൽ മത്സരങ്ങളിലേക്കും എത്തിക്കും. അതായത് നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ കൂടുതൽ പ്രൊഫഷണൽസ് ആയി വളർത്തുമ്പോൾ അവർക്ക് ചുറ്റുപാട് ഉണ്ടാകുന്ന മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മാർക്കറ്റിൽ ഉണ്ടാകുന്ന മത്സരങ്ങൾ, നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്ന സാധ്യതകളെ കുറിച്ചും നമ്മുടെ സെയിൽസ് ടീമിന് അതൊരു പ്രതിഫലമായി മാറ്റുവാനായിട്ട് അവരെ സഹായിക്കും. അതായത് നമ്മുടെ മുമ്പിൽ എത്തുന്ന ചലഞ്ചസ് കൃത്യമായിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി നമ്മുടെ കസ്റ്റമേഴ്സിനെ ഡീല് ചെയ്യുവാനായിട്ട് നമ്മുടെ സെയിൽസ് ടീമിന് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ നേടിത്തരികയുള്ളൂ. നമ്മുടെ സെയിൽസ് പ്രൊഫഷണൽസിന് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽ സെറ്റ് ആയിക്കോട്ടെ, കഴിവുകളായിക്കോട്ടെ, അവർ നേടിയെടുക്കേണ്ട എല്ലാ വിധത്തിലുള്ള പരിജ്ഞാനവും നമുക്ക് അവർക്ക് നൽകുവാനായിട്ട് കഴിഞ്ഞാൽ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തിനോടൊപ്പം തന്നെ അവർക്ക് കൂടുതലായിട്ടും ആളുകളുമായിട്ട് ഇടപെടുവാനും അവരെ ആകർഷിക്കുവാനും അവരെ നമ്മളിലേക്ക് കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കുവാനായിട്ടും സാധിക്കും. അപ്പൊ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് അനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന മത്സരങ്ങൾക്കനുസരിച്ച് നമുക്ക് നമ്മുടെ ടീമിനെ വളർത്തുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കണം. അപ്പൊ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് അനുസരിച്ചു അവിടെ ഉണ്ടാകുന്ന മത്സരങ്ങൾക്കനുസരിച്ച് നമ്മുടെ ടീം വളരുകയാണെങ്കിൽ നമ്മുടെ ടീം ഇടപെടുന്ന ആളുകൾക്കായിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, അവരോട് കൂടുതൽ അറ്റാച്ച്മെന്റിലോട്ട് നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ എത്തിക്കുവാനായിട്ട് സാധിക്കും. ലോ ഓഫ് കോമ്പൻസേഷൻ പ്രകാരം നമ്മുടെ സെയിൽസ് പ്രൊഫഷണൽസ് നൽകുന്ന മൂല്യവും പ്രതിഫലവും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ മൂല്യത്തിനനുസരിച്ചാണ് പ്രതിഫലം എന്നുള്ള ബോധ്യം നമ്മുടെ സെയിൽസ് പ്രൊഫഷണൽസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ വളരെയധികം മുന്നോട്ട് ചലിപ്പിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ലോ ഓഫ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലത്തിന് നിയമം നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ലോ ഓഫ് കോമ്പൻസേഷൻ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.